കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. മസാല ചിക്കൻ ഫ്രൈ. കൂടുതൽ ഡ്രൈ ആക്കി എടുക്കാതെ കുറച്ച് മസാലയോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. എന്നിട്ടൊരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇതേപോലെ ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഒരു 20-25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മളിതിൽ മസാല പുരട്ടി വെച്ചിട്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് വഴറ്റിയെടുക്കുക. കുറഞ്ഞത് 1 മിനിറ്റ് സമയമെങ്കിലും ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഒരു 3 മിനിറ്റെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കൂട്ടി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സമയത്ത് ചിക്കൻ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറഞ്ഞതൊരു 3 മിനിറ്റെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് സമയം ഏകദേശം ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കനിലേക്ക് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 15 മിനിറ്റ് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയമാകുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൂടുമ്പോഴേക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. 1-2 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട്. ഇതിലിപ്പോഴും കുറച്ച് ഗ്രേവി ബാക്കിയുണ്ട്. അത് നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ബാക്കിയുള്ള ഗ്രേവി ഇതേപോലെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികൾ ചേർത്തിട്ട് 1-2 മിനിറ്റ് വരെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും ഇതിൽ ഗ്രേവി നല്ലോണം വറ്റി കിട്ടും. അതേപോലെ പൊടികളുടെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ഇരിക്കുന്ന മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പാനിലുള്ള ഈ മസാലകൾ മുഴുവനും ചിക്കനിൽ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും ഇതേപോലെ പൊടികൾ ചേർത്തിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ മാത്രം മതിയാവും. അതേപോലെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്